നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനായി ഞങ്ങൾ അങ്ങയുടെ പദാരവിധങ്ങളിൽ കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരെ നിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ദൈവവിളിയാക്കിനായ സ്തോത്രം. നിന്റെ വൃദ്ധന്മാരുടെ ശ്രേഷ്ഠമേൽ ദൈവീയ സന്ദേശം ഞങ്ങൾക്ക് നൽകി തന്നതിനാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുകയാണ്. സ്വർഗീയ പിതാവേ, യഹോവയെ ഭയപ്പെട്ട് യഹോവയുടെ വഴികളിൽ നടക്കുന്ന പുരുഷൻ അനുഗ്രഹിക്കപ്പെടും എന്ന് നിന്റെ വചനത്തിലൂടെ ഞങ്ങൾ കേൾക്കുവാനിടയായി തീർന്ന കർത്താവേ, ഭർത്താക്കന്മാർക്ക് വേണ്ടതായ യോഗ്യതകളെ കുറിച്ച് അവരുടെ കടപ്പാടുകളെ കുറിച്ച് ഞങ്ങൾ കേൾക്കുവാനിടയായി അതവർ മനസ്സിലാക്കിക്കൊണ്ട് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവൻ നയിപ്പാൻ സർവശക്തനായ ദൈവത്തിന്റെ അദൃശ്യ കരത്തിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ അവിടുന്ന് വയ്ക്കുമാറാകണം എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് പകൽക്കാലം ഇവിടെ നടക്കുന്ന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കണമേ. അതിന് ശുശ്രൂഷിപ്പാൻ അവിടുത്തെ വൃദ്ധന്മാരെ അധികാരപ്പെടുത്തിയതായി സ്തോത്രം. ഈ ശുശ്രൂഷ ആസ്വദിക്കുന്ന അവിടുത്തെ വൃദ്ധനെ സ്വർഗത്തെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാകണം എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്ന മഹത്വം മുഴുവൻ അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, ഷീജി എന്ന ഈ യുവതി വിവാഹത്താൽ ഒരുമിച്ച് കൂട്ടിച്ചേർക്കേണ്ടതിലേക്കായി നാം ഇപ്പോൾ ദൈവസഭയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. വിവാഹം മാനമുള്ള അവസ്ഥയിൽ മനുഷ്യൻ കുറ്റം കൂടാതിരുന്ന കാലത്ത് ദൈവത്താൽ സ്ഥാപിതമായത് മനുഷ്യരായും സഭയും തമ്മിലുള്ള ജ്ഞാനാർത്ഥകമായ ഐക്യതയെ നമുക്ക് ലക്ഷ്യപ്പെടുത്തുന്നതാണ്. ഈ വിശുദ്ധാവസ്ഥയെ കർത്താവൻ ഗലീലയിലെ കാനായിൽ കടന്നു വന്ന് തൻ്റെ സാന്നിധ്യം കൊണ്ടും ഒന്നാമത് ചെയ്ത അതിശയപ്രവൃത്തി കൊണ്ടും അലങ്കരിച്ച് ഭംഗി വരുത്തി. ഇത് സകല മനുഷ്യർക്കും മാന്യമുള്ളത് എന്ന് തിരുവെടുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ അവിവേകമായിട്ടെങ്കിലും ജഡീകമോഹത്തിന്റെ സംതൃപ്തിക്കായിട്ടെങ്കിലും ആരും ഈ വിവാഹത്താൽ ഒരുമിച്ച് ചേർക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവം എന്തിനായി വിവാഹം നിശ്ചയിച്ചു എന്ന് നിങ്ങൾ ഇരുവരും വീണ്ടും ചിന്തിച്ച് വളരെ വണക്കത്തോടും സുഖത്തോടും പ്രാർത്ഥനയോടും കൂടി ഈ വിശുദ്ധ വിവാഹത്താൽ ഒരുമിച്ച് കൂട്ടിച്ചേർക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്തിനായി ദൈവം ഈ വിവാഹം സ്ഥാപിച്ചു? ഒന്നാമതായി, ദൈവഹിതപ്രകാരം മനുഷ്യവർഗം വർദ്ധിക്കപ്പെടുക. കർത്താവിനെ കുറിച്ചുള്ള ഭയത്തിലും ഭക്തിയിലും ബാലശിക്ഷയിലും ദൈവത്താൽ നൽകപ്പെടുന്ന പൈതങ്ങൾ വളർത്തപ്പെടേണ്ടതിന് ദൈവം ഈ വിവാഹം സ്ഥാപിച്ചു. കേളകം വില്ലേജിൽ, കേളകം അസംബ്ലി സുക്കോട് സഭയിൽ ഈട്ടിമുട്ടിൽ വീട്ടിൽ ശ്രീമാൻ പരേതനായ പാസ്റ്റർ EV ജോസഫിന്റെ ശ്രീമതി ഏലിയാമ്മ ജോസഫിന്റെയും മകൾ 29 വയസ്സുള്ള ഷിജി ജോസഫ്, ഷിജി നൽകുക. ഇവർ തമ്മിൽ ന്യായമായി യോജിപ്പിക്കപ്പെടുന്നതിന് തടസ്സമായി തക്കതായ ഏതെങ്കിലും കാരണങ്ങളുണ്ടേ എന്ന് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണ നിയമങ്ങൾക്കോ ഈ വിശുദ്ധ വേദവസ്തുവിന്റെ പ്രമാണങ്ങൾക്കോ വിരുദ്ധമായിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ പറയാവുന്നത് ഇല്ലായിരിക്കും. ഇപ്പോഴും എപ്പോഴും ഇവിടെ മരണം വരെ ഈ വിഷയം സംബന്ധിച്ച് മൗനമായിരുന്നു കൊള്ളേണ്ടതുമാകുന്നു എന്ന് ഞാൻ സഭയോടായി അറിയിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ മൗനം സമ്മതമെന്ന് കരുതി ശുശ്രൂഷ തുടരട്ടെ. ദൈവജനം പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നീ മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ, കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ, നിന്നടെ
സകലത്തെയും അറിയുന്നവന്, ന്യായവിധി ദിവസത്തിൽ അവ വെളിപ്പെടുത്തുന്നവനുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ഈ വിശുദ്ധ വിഭാഗത്താൽ ഒരുമിച്ച് കൂട്ടിച്ചേർക്കപ്പെടുന്നതിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ ഇരുവരിൽ ആർക്കെങ്കിലും അതറിയാമെങ്കിൽ ആയത് ഉള്ളതാകുന്നു എന്ന് ഞാൻ നിങ്ങളോട് ഇരുവരോടും വളരെ നിഷ്കർഷമായി അറിയിച്ചുകൊള്ളുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവവചനപ്രകാരം അല്ലാതെ കൂട്ടിച്ചേർക്കപ്പെടുന്നവരത്രയും ദൈവത്താൽ ഒരുമിച്ച് കൂട്ടിച്ചേർക്കപ്പെടുന്നവരല്ല എന്ന് നിങ്ങൾ ഇരുവരും നിശ്ചയമായും അറിഞ്ഞുകൊള്ളുകയും. കഴിഞ്ഞ നാളുകളിൽ വ്യത്യസ്ത മാതാപിതാക്കളാൽ വ്യത്യസ്ത പരിതസ്ഥിതികളിൽ ജനിച്ചു വളർത്തപ്പെട്ട നിങ്ങൾ ഇരുവരും നിങ്ങളുടെ ബാല്യപ്രായം മുതൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, നിങ്ങളുടെ തുടർന്നുള്ള ജോലിക്കാര്യങ്ങളിൽ എല്ലാം ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും കൂടിയിരുന്ന് ഇന്ന് ഈ അവസ്ഥയിലേക്ക് ദൈവം നിങ്ങളെ ഇവിടെ കൂട്ടിവരുത്തി. മനുഷ്യനേകനായിരിക്കും നന്നല്ല എന്ന് കണ്ട ദൈവം അലക്ഷ്യനു വേണ്ടി ഷീറ്റിയിൽ കൂടെ ഷീറ്റിക്ക് വേണ്ടി അലക്ഷ്യനുടെ തക്കതായ തുണ കാലങ്ങൾക്ക് മുൻപ് തന്നെ കണ്ടിരുന്നു. അതിന് പ്രകാരമാണ് നിങ്ങൾ ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ കാല വ്യത്യസ്ത ജീവിതത്തിൽ ദൈവവചനത്തിലും വിശുദ്ധിക്കും ചേരാതെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഇപ്പോൾ ഇവിടെ വെച്ച് നിങ്ങളും ദൈവമായിട്ട് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടികളെ ഒന്ന് ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക. യേശു തമ്പുരാനെ, എല്ലാ പോരായ്മകളും കുറവുകളും എന്നോട് ക്ഷമിക്കണം. ഞാനിതാ ഒരു പുതിയ ബാന്ധവത്തിലേക്ക് പ്രവേശിക്കുന്നു. ദൈവത്താൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിച്ചേർക്കപ്പെടുവാൻ പോവുകയാണ്. അതിന് തടസ്സമായിട്ടുള്ള എല്ലാ അശുദ്ധി തന്നെ പിടിവിച്ച് രക്ഷിച്ച് ഒരു പുതിയ അനുഭവത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന ആത്മാർത്ഥതയോടുകൂടി ചില നിമിഷങ്ങൾ നിങ്ങൾ ഇരുവരും ദൈവമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരുമിച്ച് പ്രാർത്ഥന. നിന്റെ തൊട്ടടുത്ത് വലതുഭാഗത്ത് നിൽക്കുന്ന ഷീജി എന്ന യുവതി നിന്റെ ഭാര്യയായി സ്വീകരിപ്പാൻ നിനക്ക് സമ്മതമാണോ? നീ അവളെ സ്നേഹിച്ചും മാനിച്ചും പോറ്റി പുലർത്തി ദൈവം നിങ്ങളുടെ ഇരുവരുടെയും ജീവിതത്തിൽ നൽകി തരുന്ന സുഖദുഃഖ സമിഷ്ടമായ എല്ലാ രംഗങ്ങളിലും മറ്റുള്ള വേർപെട്ട് ഇവളോട് യോജിച്ചിരിക്കും. ഇവൾക്കൊരു ഉത്തമ ഭർത്താവായിരുന്നുകൊണ്ട് ഒരു ഉത്തമ ഭർത്താവിന്റെ എല്ലാ കടപ്പാടുകളും നിർവഹിച്ചുകൊള്ളാമെന്ന് ദൈവസഭാ മധ്യനെ തീരുമാനിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഷീജയോടായി ഞാൻ ചോദിക്കുന്നു, നിന്റെ തൊട്ടടുത്ത് ഇടതുഭാഗത്തായി നിൽക്കുന്ന അലക്സ് എന്ന ഈ യുവാവിനെ നിന്റെ ഭർത്താവായി സ്വീകരിപ്പാൻ നിനക്ക് സമ്മതമാണോ? നീ അവനെ സ്നേഹിച്ചും ബഹുമാനിച്ചും അവനെ കീഴ്പ്പെട്ടും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തരുന്ന സുഖദുഃഖ സമ്മിഷ്ടമായ എല്ലാ രംഗങ്ങളിലും മറ്റുള്ള ബന്ധപ്പെട്ട് ഇവരോട് മാത്രം യോജിച്ചിരുന്നു. ഇവരൊരു ഉത്തമ ഭാര്യയായിരുന്നുകൊണ്ട് ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാ കടപ്പാടുകളും നിർവഹിച്ചുകൊള്ളാമെന്ന് ദൈവസഭാമധ്യനെ തീരുമാനിക്കുന്നു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വലുത കരങ്ങൾ പരസ്പരം കൈമാറി ഉടമ്പടി വാദ്യങ്ങൾ ഏറ്റുവാങ്ങുന്ന ഈ സന്ദർഭം അവരുടെ പെരുമാന സൂചകമായി സഭയായി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റുന്ന വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവസനയിലായിരിക്കാം. പരിശുദ്ധനായ ദൈവം തന്നെ ഇവരെ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുമാറാകട്ടെ. ഏതൊരു പൂങ്കാവനത്തിലേക്ക് ഇറങ്ങി വന്നത് ആദാം ഹവ്വ ദമ്പതികളെ തമ്മിൽ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് അനുഗ്രഹിച്ച സർവശക്തനായ ദൈവം തന്നെ ഈ ദമ്പതികളെ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ശീലിയാകുന്ന നിന്നെ ഇപ്പോൾ മുതൽ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചു. ഇന്നു മുതൽ ഇനിമേൽ നന്മയിലും തിന്മയിലും സുഖത്തിലും ദുഃഖത്തിലും ഉയർച്ചയിലും താഴ്ചയിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും മരണം നമ്മെ വേർപിരിക്കും വരെ ദൈവവചനപ്രകാരം ഒരുമിച്ച് വാർത്ത് കുടുംബജീവിതം നയിച്ച് ദൈവത്തെ സേവിച്ച് ഞാൻ നിനക്ക് ഒരു ഉത്തമ ഭർത്താവായിരുന്നുകൊണ്ട് ഒരു ഉത്തമ ഭർത്താവിൻ്റെ എല്ലാ കടപ്പാടുകളും നിർവഹിച്ച് നിന്നെ പോറ്റി പുലർത്തിക്കൊള്ളാമെന്ന്
ചില നാളുകൾക്ക് മുൻപ് കർത്താവിൽ ആശ്രയിച്ച് തീരുമാനിച്ചെടുത്ത് ഉറപ്പിച്ചിരുന്ന പ്രകാരം അവിടെ വിവാഹം എന്ന് മനസ്സമേ ഇവിടെ വെച്ച് നടത്തപ്പെടുവാൻ ദൈവത്താൽ തന്നെ ഇവരെ ഒരുമിച്ച് കൂട്ടിച്ചേർക്കപ്പെടുവാൻ അങ്ങ് നൽകിയതായ നമ്മുടെ കൃപകൾക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. എവിടെ കഴിഞ്ഞ നാളിൽ അവിടെ ജീവിതത്തിലൊക്കെ ദൈവത്തിന്റെ കൃപ കൊടുക്കുന്നു. കർത്താവിന്റെ മുൻഗണന പ്രകാരം ഇവർ ദൈവത്താൽ ഒരുമിച്ച് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഈ നിന്നദാസൻ അലക്ഷ്യനായി സ്തുതിക്കുന്നു. തന്റെ കഴിഞ്ഞ കാലം ബാല്യകാല ജീവിതത്തിൽ തന്റെ യൗവനത്തിൽ അവിടുത്തെ കൃപ തന്നിലൂടെ ഇരുന്ന് കർത്താവിന്റെ പേര് കർത്താവിന്റെ മുഖത്തുള്ള ശുശ്രൂഷയിലായിരിക്കാൻ ഇവരെ തിരഞ്ഞെടുത്ത് നിയോഗിച്ച് ഇത്രത്തോളം നടത്തിയതായ അവരുടെ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് മത്സരം ദൈവസഭാമത്തെ വെച്ച് സൈന്യദൂതകളുടെ സാന്നിധ്യത്തിൽ അനേക വിശുദ്ധ ഗണത്തിന്റെ മധ്യേ താനേറ്റ് പറഞ്ഞിരിക്കുന്ന ഉടമ്പടി വാദ്യങ്ങൾ അങ്ങ് അംഗീകരിച്ച് കഴിഞ്ഞുവല്ലോ. താനേറ്റ് പറഞ്ഞ ആ ഉടമ്പടി വാദ്യങ്ങൾ പോലെ തന്നെ തന്റെ ജീവിതയാത്ര മുൻപോട്ട് അത് തുടരുവാൻ ഒരു ഉത്തമ ഭർത്താവിനുണ്ടായിരിക്കേണ്ടതായ എല്ലാ യോഗ്യതകളും നൽകി കർത്താവ് അനുഗ്രഹിക്കണമേ. ആരോഗ്യവും ബലവും സൗഖ്യവും തനിക്ക് നൽകുമാറാകണമേ. ഭാര്യയെ പോറ്റി പുറത്തുവാൻ ആവശ്യമായ ദൈവശക്തി കൊണ്ട് ദൈവകൃപ കൊണ്ട് കർത്താവേ ഈ നിന്റെ ദാസനെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. ആരോഗ്യം ബലവും കൊടുക്കണമേ. ദൈവാലോചന പ്രകാരം ഓരോ ദിവസവും മുന്നേറുവാൻ ആവശ്യമായ ദൈവശക്തി കൊണ്ട് ഇവനെ നിറയ്ക്കുമാറാകണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ നിന്റെ ദാസൻ ശീതിയോർത്ത് സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകൾ എവിടെ കൃപ കൂടിയിരുന്നു. കർത്താവിന്റെ മുൻഗണന പ്രകാരം ഇന്ന് വിശ്വസ്തയോടുകൂടി ജീവിതയാത്ര തുടരുവാൻ ഇവിടെ ഒരുക്കുമാറാകണമേ. ഒരുക്കമായിരിക്കേണ്ട എല്ലാ യോഗ്യതകളും നൽകി ഇവിടെ അനുഗ്രഹിക്കുമാറാകണമേ. ആരോഗ്യവും ബലവും സൗഖ്യവും നൽകി മാനിക്കുമാറാകണമേ. ഇവിടെ കുടുംബ ജീവിതത്തെ ധന്യമാക്കുമാറാകണമേ. പുത്രിപുത്രന്മാരെ ഇവർക്ക് നൽകുമാറാകണമേ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ഇവരെ സഹായിക്കുമാറാകണം. അബ്രഹാം, സാറ, ഇസ്ഹാക്ക്, റെബേക്ക, തോമസ്, രൂത്ത്, അത്തിന്ന, പ്രിസ്കില്ല ആദിയായ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവർ കുടുംബ ജീവിതത്തിൽ എപ്രകാരമായിരുന്നു അതേപ്രകാരം തന്നെ ഇവരുടെ കാലടികൾ മുന്നോട്ട് വയ്ക്കുവാൻ ആവശ്യമായ ദൈവകൃപ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ദാസിദാസന്മാരായ അവരുടെ ദാസനായ നിന്റെ ദാസനെ കരുതയ്ക്കുന്നു. അങ്ങ് അനുഗ്രഹിച്ചതോർത്ത് സ്തുതിക്കുന്നു. ഒരു മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. എന്റെ പോൽക്കാലം ഒരു വിഷമ കുടുംബം ഈ ഭൂമിയുടെ ഉടലെടുത്തിരിക്കുന്നതെന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ജോസിനെ എനിക്ക് വളരെ നാൾ മുമ്പേ എനിക്കറിയാം. വളരെ അനുഭവപ്പെട്ട ഒരു കർത്താവിന്റെ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട നാൾ മുതൽ ഞങ്ങൾ ഒരുമിച്ച് വളരെയേറെ പ്രവർത്തനങ്ങളുണ്ട്. എൻ്റെ മാത്രം വേണ്ടി ഒരു സ്റ്റെപ്പ് തട്ടിപ്പാൻ തുടങ്ങിയ സമയത്ത് തന്നെ എൻ്റെ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ട് വീട്ടിൽ ആ വിഷയങ്ങളൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്തതാണ്. അനുഭവമായി ദൈവത്തിന് വളരെ ഉപവാസവും പ്രാർത്ഥനയോടുകൂടി താല്പര്യമായിരുന്നു. ഏകദേശം വിവാദവുമായി താൻ അവരോടൊക്കെ പറഞ്ഞൊരു കാര്യം ഞാൻ ദിവസത്തെ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം മാത്രമേ ഞാനൊരു തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് പറയുന്നതിനായിരുന്നു. ഞാൻ പറയാൻ കാരണം വളരെ തീരുമാനിച്ചു ദിവസത്തെ പ്രാർത്ഥിച്ചു താനെ ഒരു അനുഭവപ്പെട്ട ആ കുടുംബജീവിതത്തിലേക്ക് ചേർന്നു എന്ന് വിശ്വസിക്കുന്ന രീതിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിശ്ചയമായും ഈ മിഷൻ കുടുംബം ഭൂമിയിൽ ഏറ്റവും അനുകൂലമായ രീതിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവത്തെ ആശ്വസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കിയ ദിവസമായിരുന്നു. സഹോദരൻ അലക്സിന്റെ വിവാഹം ഇന്നിവിടെ നടക്കുവാൻ തയ്യാറിൽ വളരെയധികം സന്തോഷിക്കുകയാണ്. വളരെയധികം കർത്താവിൻ്റെ വേദനയ്ക്ക് വേണ്ടി ആ കുടുംബമായിട്ട് വളരെ നമ്മളോട് പരിചയം മാത്രമല്ല സഭയിൽ. എന്നാൽ താൻ കർത്താവിൻ്റെ വേലയിൽ വളരെ പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിച്ച പ്രകാരം താൻ ദൈവം പ്രാർത്ഥിച്ച പ്രകാരം തനിക്ക് ഒരു കുടുംബജീവിതത്തിൽ നയിക്കുവാൻ ഷെജിയെ ലഭിച്ചതിൽ വളരെ സന്തോഷിക്കുകയാണ്. ഇവരുടെ തുടർന്നാകുന്ന കുടുംബജീവിതവും ക്രിസ്തുവിൽ അനുഗ്രഹവും ധന്യമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്നുള്ളതാണ് ആശംസയോടെ ഭാര്യയോട് മേലാനല്ല ഒന്നത്രേ എന്ന് അറിയിച്ചിട്ടുണ്ട്. ആകെ ദൈവം യോജിപ്പിച്ചതിനെ
മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് കർത്താവ് അരുളി ചെയ്തു. വളരെ പ്രസിദ്ധമായ തിരുവചന ഭാഗമാണ്. ദൈവം ഇവരെ ഒരുമിച്ച് കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യർക്കും ഇവരെ വേർതിരിക്കുവാനായിട്ട് അനുവാദമല്ല. മരണത്തല്ലാതെ വേർതിരിക്കുവാൻ കഴിയാത്തതായ ഒരു ഭാഗത്തിലേക്ക് ദൈവം ഒരുമിച്ച് ഇവരെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ആ പ്രസക്ത തിരുവചന ഭാഗം ഞാൻ ഒന്നുകൂടി പറയട്ടെ. ആദ്യം ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്ക് ആനാടുവിലെ ചാർച്ചോട് പറയപ്പെട്ടവർ ഇന്ത്യ സഭയിൽ കാർമേൽ വീട്ടിൽ ശ്രീമാൻ രാജുവിന്റെയും ശ്രീമതി മറിയാമ്മ രാജുവിന്റെയും മകൻ 34 വയസ്സുള്ള ആലൻസ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി താലൂക്കിൽ കേരളം അസോസിയേഷൻ സഭയിൽ വീട്ടിൽ ശ്രീമാൻ പരേതനായ യോസഫിന്റെ ശ്രീമതി ഏരിയാമ്മ യോസഫിന്റെ മകൻ 79 വയസ്സുള്ള ഷീജി യോസഫ് വിശുദ്ധ വിഭാഗത്തിൽ തമ്മിൽ സംബന്ധിച്ച് ആയതിന്റെ ദൈവത്തിലെ സഭയുടെ മുമ്പാകെ ഉടമ്പടി വാഴ്ച മുഖാന്തരം സ്ഥിരപ്പെടുത്തിയിരിക്കുക. ഇവർ ഭർത്താവും ഭാര്യയുമായി തീർന്നിരിക്കുന്നു എന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ പ്രസ്താവിച്ചു കൊടുക്കുന്നു. നമ്മുടെ കാര്യങ്ങൾ ഒരുമിച്ചടിച്ച് അത് അനുസരിക്കാം. സർവശക്തനായ ദൈവം ഈ ദമ്പതികളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ശുശ്രൂഷയുടെ അവസാനിപ്പിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷകൾ കർത്താവ് പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ട് അതോടൊപ്പം ഈ ശുശ്രൂഷ നടത്തിയിട്ടുള്ള ദേവദാസൻ അംഗീകാരമായി അസ്വാമിയായിരിക്കുന്നു. അദ്ദേഹത്തിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം ഇതിന്റെ ശുശ്രൂഷയുടെ ബന്ധത്തിൽ വന്ന എല്ലാ ദൈവദാസന്മാർക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെ നാമത്തിൽ ഞാൻ പ്രത്യേകമായി ഓരോ വ്യക്തികൾക്കും നന്ദി കരുതുന്നു. അതോടൊപ്പം ഈ ശുശ്രൂഷ സംബന്ധിപ്പാൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ദേവദാസന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും വ്യക്തിപരമായി ഞങ്ങൾ നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ദൈവമായ കർത്താവ് ഞങ്ങൾ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്. പ്രധാനദാസൻ അത് കാണിച്ച സഭയുടെ മുൻപോട്ട് കടന്നു വരികയും പ്രാർത്ഥിച്ച് ആശീർവാദത്തോടുകൂടെ ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുകയും തീരുമാനിച്ച ശശിയുടെയും അലക്സിന്റെയും
ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഗുരുവരനാം നീ കരുതുകിൽ പിന്നെ കുറവൊരു ചെറുതും വരികില്ല പരനേ. ഗുരുവരനാം നീ കരുതുകിൽ പിന്നെ കുറവൊരു ചെറുതും വരികില്ല പരനേ. അരികളിൽ നടുവിൽ വിരുന്നൊരുക്കും നീ പരിമള തൈലം പകരുവൻ ശിരസിൽ. അരികളിൽ നടുവിൽ വിരുന്നൊരുക്കും നീ പരിമള തൈലം പകരുവൻ ശിരസിൽ. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം.
പരിചിതർ പലരും പരിഹസിച്ചെന്നാൽ പരിചിൽ നീ കൃപയാൽ പരിചരിച്ചെന്നേ. പരിചിതർ പലരും പരിഹസിച്ചെന്നാൽ പരിചിൽ നീ കൃപയാൽ പരിചരിച്ചെന്നേ. തിരുച്ചിറകടിയിൽ മറച്ചിരുൾ തീരും വരെ എനിക്കരുളും അരുമയോടഭയം. തിരുച്ചിറകടിയിൽ മറച്ചിരുൾ തീരും വരെ എനിക്കരുളും അരുമയോടഭയം. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. ഇതുവരെ എന്നെ കരുതിയ നാഥ, ഇനി എനിക്കെന്നും തവ കൃപ മതിയാം. നവദമ്പതിമാർക്ക് കേക്ക് മുറിച്ച് കൊടുക്കുന്നൊരു ഫംഗ്ഷൻ നടക്കാൻ പോകാം. ഒറ്റ വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവ്, അലക്സിന്റെയും ശുചിയുടെയും വിവാഹം വളരെ മംഗളകരമായ നിലയിൽ നടക്കുവാൻ കർത്താവ് കൃപ ചെയ്തതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ കർത്താവിനെ ഈ കേക്കിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഫംഗ്ഷനത്തേക്ക് അനുഗ്രഹിച്ചാട്ട് ഇവിടെ നടക്കുന്ന എല്ലാ ഫംഗ്ഷനെയും കർത്താവ് ധാരാളമായി ആസ്വദിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുവരസുതനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുവരസുതനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. പാപത്തിൻ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും. പാപത്തിൻ ശാപത്തിൽ നിന്നും എന്റെ പ്രാണനെ കാത്തവനെന്നും. പാരിൽ തന്നൻപിനു തുല്യമില്ലൊന്നും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുവരസുതനെ. ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും.
വാക്കുകളാലും 10,000 വാക്കുകളാലും 1000 നാവുകളാലും 10,000 വാക്കുകളാലും ആ ദിവ്യ സ്നേഹമവർണ്യമാരാലും ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുവരസുതനെ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. തന്നിൽ ഞാൻ എത്തും, നിന്റെ ദിവ്യപാദങ്ങൾ ഞാൻ മുത്തും. നിത്യത തന്നിൽ ഞാൻ എത്തും, നിന്റെ ദിവ്യപാദങ്ങൾ ഞാൻ മുത്തും. ഭക്തിയാൽ ആനന്ദ സംഗീതം മീട്ടി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുവരസുതനെ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും എൻ പരനെ തിരുവരസുതനെ ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. മനമേ യേശുവിൻ പാദുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും ധ്യാനമാകും ജീവിതത്തിൻ നിർജ്ജരിയിൽ. മനമേ യേശുവിൻ പാദുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും ധ്യാനമാകും ജീവിതത്തിൻ നിർജ്ജരിയിൽ. പ്രാർത്ഥന മാത്രം ജൽപ്പനമാക്കിയ നാവാൽ നിത്യം നീ മൊഴിയും. പ്രാർത്ഥന മാത്രം ജൽപ്പനമാക്കിയ നാവാൽ നിത്യം നീ മൊഴിയും. പ്രഭോ എന്നിൽ കനിയേണമേ, പ്രഭോ എൻ്റെ ഹൃദയത്തിൽ വാഴേണമേ. പ്രഭോ എൻ്റെ ദുഃഖങ്ങൾ നീക്കേണമേ. മനമേ യേശുവിൻ പാദുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ. യേശുവിൻ സ്നേഹം ദർശനമാക്കിയ ജീവൻ എന്നും പൂത്തുനിൽക്കും. യേശുവിൻ സ്നേഹം ദർശനമാക്കിയ ജീവൻ എന്നും പൂത്തുനിൽക്കും. പ്രഭോ എന്നിൽ കനിയേണമേ, പ്രഭോ നിന്റെ സ്നേഹം ചൊരിയേണമേ. പ്രഭോ
ദുഃഖങ്ങൾ നീക്കേണമേ. മനമേ യേശുവിൻ പാതുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ ജനനം പാവനമാക്കിടും നീയും, ധ്യാനമാകും ജീവിതത്തിൻ നിർജ്ജരിയിൽ. മനമേ യേശുവിൻ പാതുകമാകൂ, ദിനവും ഈശ്വര സാധനയിൽ. ഏതു നേരവും അന്യരിൽ നന്മകൾ കാണുവാൻ സൗമ്യമാനസം നൽകണേ ദൈവമേ എന്നിൽ നീ. ഏതു നേരവും അന്യരിൽ നന്മകൾ കാണുവാൻ സൗമ്യമാനസം നൽകണേ ദൈവമേ എന്നിൽ നീ. ദിവ്യഭാഷണം എൻ്റെ ശീലമാക്കിടാൻ, ജ്ഞാനമന്ത്രമെൻ ഉള്ളിലേകണേ. ദിവ്യഭാഷണം എൻ്റെ ശീലമാക്കിടാൻ, ജ്ഞാനമന്ത്രമെൻ ഉള്ളിലേകണേ. എൻ്റെ മനസ്സിലെ കുഞ്ഞുകൂട്ടിനുള്ളിൽ നീ പൂത്തുവിരിയണേ സ്നേഹദീപരാജിയായി. സദാമനം വിശുദ്ധമാക്കിടൂ ആത്മനേ. ഏതു നേരവും അന്യരിൽ നന്മകൾ കാണുവാൻ സൗമ്യമാനസം നൽകണേ ദൈവമേ എന്നിൽ നീ. എന്റെ നെഞ്ചിലെ മൂകനൊമ്പരങ്ങളെ ദിവ്യ സ്നേഹത്താൽ നീയകറ്റണേ. എന്റെ നെഞ്ചിലെ മൂകനൊമ്പരങ്ങളെ ദിവ്യ സ്നേഹത്താൽ നീയകറ്റണേ. പാപവഴികളെ ഇന്നു ഞാൻ മറന്നിടാം, നിന്റെ മൊഴികളെ നെഞ്ചിലേറ്റുവാങ്ങിടാം. അരൂപിയാൽ നിറച്ചിടാൻ വരൂ യേശുവേ. ഏതു നേരവും അന്യരിൽ നന്മകൾ കാണുവാൻ സൗമ്യമാനസം നൽകണേ ദൈവമേ എന്നിൽ നീ.
നിത്യനിദാനമേ പരിപൂർണനേ സർവവും അൻപിനാൽ തീർത്തവനേ താവകഗേഹേ നിന്ദ്യുതി കാണുവാൻ നൽകണേ എന്നും നിൻ വരമാലിക നൽകണേ എന്നും നിൻ വരമാലിക നിത്യനിദാനമേ പരിപൂർണനേ സർവവും അൻപിനാൽ തീർത്തവനേ താവകഗേഹേ നിന്ദ്യുതി കാണുവാൻ നൽകണേ എന്നും നിൻ വരമാലിക നൽകണേ എന്നും നിൻ